വളരെ മിടുക്കരായ കുട്ടികൾ പോലും ചിലപ്പോൾ ജീവിതത്തിൽ നന്നായി ക്ലേശിക്കുന്നു, പരാജയപ്പെടുന്നു. മിടുക്കില്ലാത്ത ചില കുട്ടികളൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നുമുണ്ട്. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര നിലയിലൊന്നും അവസാനം എത്തിപ്പെടാൻ പറ്റാതെ നിരാശയിലായിരിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് ഈ ദിവസങ്ങളിൽ. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഒരുപാട് സന്തോഷമില്ലാത്ത, നിരാശരായ, ഒരു മുമ്പിലോട്ട് നോക്കിയാൽ വെളിച്ചം കാണാൻ കഴിയാത്ത ധാരാളം കുട്ടികളെയും ചെറുപ്പക്കാരെയൊക്കെ കണ്ടുമുട്ടുന്നുണ്ട്. ഇതിന് പ്രധാനമായൊരു കാര്യം അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ്, ഓറിയൻറ്റേഷൻ ഇല്ലാത്തതാണെന്ന് തോന്നിയിട്ടുണ്ട്. ശരിയായ രീതിയിലുള്ള ഒരു കരിയർ ഗൈഡൻസ് പോലും കുട്ടികൾ ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എന്തൊക്കെയോ ആക്കി വിടാനുള്ള ഒരു ശ്രമമാണ്. ഇവിടെ പറ്റിയില്ലെങ്കിൽ അവിടെ പോവാം, അവിടെ പറ്റിയില്ലെങ്കിൽ ഇവിടെ പോവാം. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുഞ്ഞുങ്ങളെ ഓടിക്കുകയാണ്. ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്രസ്ട്രേറ്റഡ് ആകും. അവരുടെ മാനസിക ആരോഗ്യം തകരും, വൈകാരിക ആരോഗ്യം തകരും. അവർ ജീവിതത്തിൽ വലിയ നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്നു. ഇതിനൊക്കെ കാരണം എന്താണ്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. നമ്മൾ ഒരു കുട്ടിയും വേറൊരു കുട്ടിയും നോക്കുമ്പോൾ ഒരു കുട്ടിയും ലോകത്ത് ഫോട്ടോ കോപ്പി അല്ല. ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അവരെല്ലാം ഒറിജിനലായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു ശ്രമമാണ് അവരെ ഫോട്ടോ കോപ്പി ആക്കാനുള്ളത്. കമ്പാരിസൺ തന്നെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ പുറകോട്ടടിക്കുന്ന, വിഷമിപ്പിക്കുന്ന, അവരെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. വീട്ടിലുള്ള കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുക ഏറ്റവും മോശമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വീട്ടിലെ മൂത്ത കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും മൂന്നാമത്തെ കുട്ടിയൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അവർക്ക് കിട്ടിയിരിക്കുന്ന ജെനറ്റിക്സ് വ്യത്യാസമുണ്ട്. മൂത്ത കുട്ടിയെ പലപ്പോഴും നമുക്ക് വളർത്താൻ അറിയാൻ വയ്യാത്തൊരു സമയത്ത് വളർത്തിയത് കൊണ്ട് തന്നെ മൂത്ത കുട്ടി പല കാര്യത്തിലും ഒരു ഇൻസെക്യൂർഡ് ആയിരിക്കാനും, കുറച്ച് വൾണറബിൾ ആയിരിക്കാനും, സെൻസിറ്റീവ് ആയിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കുട്ടി പേരൻസ് കുറേ കൂടെ എക്യുപ്ഡ് വളർത്തുന്നതുകൊണ്ട് തന്നെ ആ കുട്ടി കുറേ കൂടെ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മൂത്തൊരു കുട്ടിയെ കണ്ട് വളരുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. മൂന്നാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറേ കൂടെ അതിന് ലൈഫ് സ്കിൽസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. വീട്ടിൽ തന്നെയുള്ള കുട്ടികൾ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവരെല്ലാം വ്യത്യസ്തരായ കുട്ടികളാണ്. അവരുടെ വ്യത്യസ്തതയെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പാരൻറ്റിങ്ങിൻ്റെ മഹത്വമാണ്. ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തമായിക്കോട്ടെ. അതിൽ പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയൊക്കെ കാണും. ഉഴപ്പുന്ന കുട്ടിയും വഴക്കിടുന്ന കുട്ടിയും ശാന്തമായ കുട്ടിയും എല്ലാ കുട്ടികളും നമുക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടികൾ തന്നെയാണ്. ചില കുഞ്ഞുങ്ങൾ ലോകത്ത് പ്രതിഫലിക്കുന്നത് അവരുടെ വാക്കുകൾ കൊണ്ടായിരിക്കും. ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ നിശബ്ദത കൊണ്ടാണ് അവർ ലോകത്തോട് പ്രതികരിക്കുന്നത്. അധികമൊന്നും സംസാരിക്കാത്ത കുട്ടികളുണ്ട്. നമ്മൾ അതിനെയൊക്കെ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്നൊക്കെ ഓരോ പേരിട്ടൊക്കെ വിളിക്കും. ഓരോ കുഞ്ഞുങ്ങളും ഓരോ തരത്തിലാണ് ലോകത്ത് പ്രതിഫലിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ അവരുടെ കളികളിലൂടെയാണ് ലോകത്ത് പ്രതിഫലിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ പഠിത്തത്തിലൊക്കെ വലിയ സ്മാർട്ടായിട്ട് കാണിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ സോഷ്യലായിട്ടായിരിക്കും വളരെ മിടുക്ക് കാണിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ കലാപരമായിട്ടും കായികപരമായിട്ടും ഒക്കെ ആയിരിക്കും. ചില കുഞ്ഞുങ്ങൾ ഇതൊന്നുമല്ല, അവർ സ്നേഹം കൊണ്ടായിരിക്കും, അവരുടെ നല്ല കാരുണ്യം കൊണ്ടായിരിക്കും ലോകത്ത് വ്യത്യസ്തമാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും വിലയുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് പേരൻസിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. നമുക്ക് 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളും വിലയുള്ളവരാണെന്ന് കുഞ്ഞുങ്ങളെ ബോധിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെയാണ് മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ബെറ്റർ ആകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ അംഗീകരിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ കുഞ്ഞുങ്ങളിൽ നല്ല ഒരു മാനസികാവസ്ഥ ഉണ്ടാവും, നല്ലൊരു ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടാവും, കുറേ കൂടെ അവർ ഹാപ്പി ആയിരിക്കും. അതിൻ്റെ പോസിറ്റീവ്നെസ് അവർ വളർന്നു വരുന്തോറും ഉണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ ചെറിയ പ്രായത്തിൽ പ്രഷർ ചെയ്ത് കുഞ്ഞുങ്ങളെ കുറേ പെർഫോം ചെയ്യിക്കാനായിട്ടല്ല ശ്രമിക്കേണ്ടത്. നേരെ മറിച്ച് നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു അടിസ്ഥാനം ഇട്ട് അവരെ വളർത്തിക്കൊണ്ട് വരാമെങ്കിൽ അതിൻ്റെതായ ഗുണമുണ്ട്. ഞാനിന്ന് ഈ ടോപ്പിക്ക് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ചെറുപ്പക്കാരായ കുറേ ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടുകയായിരുന്നു. അവരൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പലതരത്തിലുള്ള ഡിഗ്രികൾ കഴിഞ്ഞവരാണ്. എഞ്ചിനീയറിങ് കഴിഞ്ഞവരുണ്ട്, ഫാർമസി കഴിഞ്ഞവരുണ്ട്, മെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞവരുണ്ട്. പക്ഷേ ഇവരെല്ലാം വന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ബാങ്ക് ടെസ്റ്റ് എഴുതാനും ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ജോലിയിലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനും ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇവരെയൊക്കെ കണ്ടത്. അപ്പം ഞാൻ ഇവരെയൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, നല്ലൊരു ശതമാനം കുട്ടികൾക്ക് ഒരു സന്തോഷമില്ല, ഒരു ഊർജ്ജമില്ല, ഒരു ആരോഗ്യമില്ല. അതിലൊക്കെ ഉപരിയായിട്ട് അവരിലൊരു ആറ്റിറ്റ്യൂഡില്ല. പല കുട്ടികളും ഭയം ഉള്ളിലുള്ളവരാണ്. പലർക്കും ഒരു അരക്ഷിതാവസ്ഥ തന്നെയുണ്ട്. അപ്പോൾ തൊഴിൽ അന്വേഷിച്ച് വന്നിരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ പോലും നമ്മൾ നോക്കുമ്പോൾ അതിനൊരു തൊഴിൽ നേടിയെടുക്കാനുള്ള കരുത്തുള്ള കുട്ടികൾ, അപ്പോൾ നമുക്ക് ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലരും ട്രെയിനബിൾ തന്നെയല്ല. അവരെ ഒന്ന് പരിശീലിപ്പിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് പല കുട്ടികളും വന്നിരിക്കുന്നത്.
എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ പല കുട്ടികളും ഒരു ജോലി പോലും ചെയ്തിട്ടില്ല. 4-5 വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ജോലി ചെയ്തിട്ടില്ല. ഇപ്പോൾ ആരോ പറഞ്ഞു ബാങ്ക് പരിശീലനത്തിന് പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകിന് പോയിരിക്കുകയാണ്. അവർക്കൊരു വ്യക്തതയില്ല അവർക്ക് എന്താണ് വേണ്ടത്. ഒരു പയ്യൻ പറഞ്ഞത് പിന്നെ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ആലോചിച്ച് നോക്കണേ, എറണാകുളത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. എനിക്ക് നല്ല പാക്കേജൊന്നും കിട്ടുന്നില്ല. സ്വാഭാവികമാണ്. കാരണം ആ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ടാൽ അതിന് നല്ല പാക്കേജൊന്നും കിട്ടാൻ സാധ്യതയില്ല. മാത്രവുമല്ല, നമുക്കൊരു ജോലി കിട്ടാതെ വരുമ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടെ പേരൻസിനോടും ചെറുപ്പക്കാരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് പഠിച്ചിറങ്ങിയിട്ടൊരു ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യം നല്ലൊരു കരിയർ കൗൺസിലറിൻ്റെ അടുത്ത് പോവുക. കാരണം കുട്ടികൾക്ക് ആവശ്യം വെറും മോട്ടിവേഷനൊന്നുമല്ല. കുട്ടികൾക്ക് ആവശ്യം ഏതെങ്കിലും ഒരു ട്രെയിനിങ് സെൻറ്ററിലോ ഏതെങ്കിലും ഒരു ഫർദർ കോഴ്സിനോ കൊണ്ടുവിടലൊന്നും അല്ല. ഒരു കുട്ടിക്ക് ഒരു കോഴ്സ് ഇനി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പൂർത്തീകരിച്ച് കഴിഞ്ഞ് ജോലി കിട്ടുന്നില്ലെങ്കിലും എന്താണ് അതിൻ്റെയൊക്കെ കാരണമെന്നൊന്ന് അന്വേഷിക്കണം. അതാണ് പ്രധാനമായിട്ട്. അത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിരുന്ന് അവരുമായിട്ട് കുറച്ചു നേരം സംഭാഷണം നടത്തുമ്പോഴാണ് നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന്, എവിടെയാണ് ഞാൻ കാര്യങ്ങളെ മെച്ചപ്പെടുത്തേണ്ടതെന്ന്, എങ്ങനെ എനിക്ക് റിക്കവർ ചെയ്യാമെന്ന്, എങ്ങനെ റിവേഴ്സ് ചെയ്യാമെന്ന്, എങ്ങനെ സക്സസ്ഫുൾ ആകാമെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതങ്ങനെയല്ല. ആരോ പറഞ്ഞു ബാങ്ക് ടെസ്റ്റ് എഴുതിയ രക്ഷപ്പെടും, ബാങ്കിൻ്റെ പുറകിന് പോയി കുറച്ചു കാലം അവിടെ 4 കൊല്ലമായിട്ട് ബാങ്ക് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിക്ക് എഴുതിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ കുട്ടി ഒരു ബാങ്ക് ടെസ്റ്റിനുള്ള പൊട്ടൻഷ്യലുള്ള കുട്ടിയാണോ അത് തന്നെ ആരും അനലൈസ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ബാങ്കിൽ കയറാൻ പറ്റില്ല, എല്ലാവർക്കും PSC പരീക്ഷ ജയിക്കാനായിട്ട് പറ്റില്ല, എല്ലാവർക്കും UPSCക്ക് പോകാൻ പറ്റില്ല, എല്ലാവർക്കും എല്ലാ കോഴ്സുകളും പഠിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിങ് 1 കൊല്ലം പഠിച്ച് നിർത്തിയ ഒരാളെ കണ്ടു. ഇത് കഴിഞ്ഞ് വേറെ ഏത് കോഴ്സിനാണ് സ്കോപ്പ് എന്നാണ് പുള്ളി എന്നോട് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ അതല്ല ആവശ്യം. മാതാപിതാക്കൾക്ക് ഒരു കാര്യം ഒരു കോഴ്സ് ഇട്ടിട്ട് പോകുന്നു, ഇനി അടുത്ത ഏത് കോഴ്സാണ് നല്ലത്. അങ്ങനെ ഒരു കോഴ്സ് നല്ലതായിട്ടില്ല ഈ ലോകത്ത്. ഒരു കോഴ്സ് നല്ലതാകുന്നത് അത് പഠിക്കുന്ന ആൾ ആ കോഴ്സ് കൊണ്ട് ഒരു സാധ്യത സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ആളാകുമ്പോഴാണ്. അതുകൊണ്ട് ഒരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും ഒരു നല്ല ഗൈഡൻസ് ആണ് എടുക്കേണ്ടത്. ഗൈഡൻസിന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിയുടെ പ്രോബ്ലം കോഴ്സും ഇതൊന്നും അല്ല. ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ വൈകാരിക പ്രശ്നങ്ങളുണ്ട്, ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ മാനസികാരോഗ്യത്തിൽ തന്നെ വലിയ വിള്ളലുകളുള്ള അല്ലെങ്കിൽ വലിയ ചലഞ്ച് അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. അതിനെ നേരെ കൊണ്ടുവന്ന് അടുത്തൊരു കോഴ്സിലേക്ക് കയറ്റിയിരുത്തിയാൽ ആ കുട്ടി എങ്ങനെ വിജയിക്കാനാണ്? ഇതാണ് പ്രശ്നം. മെഡിസിൻ പഠിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ മെഡിസിൻ പഠിച്ചിട്ട് ഇപ്പോൾ ബാങ്ക് ടെസ്റ്റ് എഴുതാനായിട്ട് വന്നിരിക്കുന്ന കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ വിദേശ രാജ്യത്ത് മെഡിസിൻ പഠിക്കാൻ പോകുന്ന ഒരു 85% അല്ലെങ്കിൽ ഒരു 80% പേർക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. ഇനിയും കുറച്ച് പേരൊക്കെ ഇത് ജയിച്ചൊക്കെ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നേരെ ബാങ്കിലേക്കല്ല പോകേണ്ടത്. അവർക്ക് ഒരു ഈക്വലൻസി എക്സാം പാസ്സാകാൻ കഴിയുന്നില്ല, ഒരു ഫ്യൂച്ചർ കണ്ടെത്താൻ പറ്റുന്നില്ല, ഒരു കരിയർ പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഗോ ടു സം എക്സ്പേർട്സ്. കാരണം മെഡിക്കൽ രംഗത്തെ ഒരു ഡിഗ്രി കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയാവുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇതുപോലെ പിന്നെ ഹോമിയോ മെഡിസിൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി ഹോമിയോ മെഡിസിൻ ആ കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആ കുട്ടിക്കില്ല. ആ കുട്ടി ചെയ്ത ഒരു വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടി ഒരു കരിയർ ഗൈഡൻസിന് പോയി. അപ്പോൾ കരിയർ ഗൈഡൻസിന് വന്നു കഴിഞ്ഞപ്പോൾ പേരൻറ്റും അതിനെ സപ്പോർട്ട് ചെയ്തു. ഒരു കരിയർ ഗൈഡൻസിന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മെഡിക്കൽ രംഗത്ത് പഠിച്ചൊരു കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയെ ഒരു സ്കിൻ തെറാപ്പിയിലേക്ക് തിരിച്ചു വിടുകയും, കാരണം അതിനുള്ളൊരു കോമ്പിറ്റൻസി ആ കുട്ടിയിൽ വന്നു. ആ കുട്ടി ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ ബ്യൂട്ടി കോസ്മെറ്റിക് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി എന്തായാലും പഠിച്ചത് ഒരു മെഡിക്കൽ ഡിഗ്രി ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് അതുവരെയുള്ള പഠിത്തം വേസ്റ്റ് ആക്കാതെ അതിനെ കുറച്ചുകൂടെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നതും സപ്ലിമെൻ്റ് ചെയ്യുന്നതുമായ ഒരു മേഖലയിൽ പോയതുകൊണ്ട് ആ കുട്ടിക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഇതിനൊരു പ്രോപ്പർ ഗൈഡൻസ് ഒന്നും എടുക്കാതെ ആരെങ്കിലും പറയുന്നതും കേട്ട് ഓരോന്നിനും ഇറങ്ങിത്തിരിക്കുകയാണ്. പല കുട്ടികൾക്കും ജോലി കിട്ടാത്തതിൻ്റെ കാരണം അവരെ ഒന്ന് കണ്ടെത്തുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നില്ല, അവരുടെ സ്ട്രെങ്ത് എവിടെയാണെന്ന് തിരിച്ചറിയുന്നില്ല, അവരുടെ വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിയുന്നത് വളരെ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ പോകുന്ന പല മേഖലകളും നമ്മുടെ വീക്ക്നെസ് മുഖാമുഖം നിൽക്കുന്ന ചില മേഖലകളിലായിരിക്കും. അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. പലരും ചോദിക്കുന്നൊരു കാര്യമാണ് എന്തിനാണ് സ്കോപ്പ്? അങ്ങനെ ഒരു ഫീൽഡിനും പ്രത്യേകമായ സ്കോപ്പില്ല. നമ്മളാണ് ഓരോന്നിൻ്റെ സ്കോപ്പായി മാറേണ്ടത്. നമ്മൾ പോകുന്ന മേഖലയിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ പോകുന്ന മേഖലയിൽ നമുക്ക് എങ്ങനെ അട്രാക്റ്റീവ് ആകാൻ പറ്റും, നമുക്ക് ഹാപ്പി ആകാൻ പറ്റും, അതിനനുസരിച്ചാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചിട്ട് ഒരാൾ വന്നു. ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചിട്ട് വന്ന ആൾ പറഞ്ഞത് 1,00,000 രൂപയുടെ പാക്കേജ് ഉണ്ടെങ്കിലേ ജോലി ചെയ്യുള്ളൂ. ആ കുട്ടി തിരിച്ചറിയുന്നില്ല ആ കുട്ടിക്ക് ആ 1,00,000 രൂപയുടെ ഒരു പാക്കേജ് കൊടുക്കാൻ ആരും തയ്യാറാകാൻ പോകുന്നില്ല. കാരണം ആ കുട്ടിക്ക് അതിനുള്ള കോമ്പിറ്റൻസി ഇല്ല.
പുള്ളി പറയുന്നത് പുള്ളി UK ഡാറ്റാ സയൻസ് പഠിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒരു അനലിറ്റിക്കൽ സ്കില്ലും റീസണിങ് സ്കില്ലും ലോജിക്കൽ സ്കില്ലും പോലും ചൊവ്വേനേരം ഇല്ലാത്തൊരു കുട്ടിയാണ്. പക്ഷെ പുള്ളിയുടെ പ്ലാനൊക്കെ ഭയങ്കരമാണ്. നമ്മൾ BMW സ്വപ്നം കണ്ടുകൊണ്ട് കാളവണ്ടിയിൽ ഇരുന്നാലൊന്നും നമ്മൾ ജീവിതത്തിൽ വിജയിക്കില്ല. നമ്മളെ കറക്റ്റായിട്ട് കണ്ടെത്തുക. ചിലർ ഈ ബാങ്ക് ടെസ്റ്റിനൊക്കെ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ PSC ടെസ്റ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾ അതിനേക്കാളൊക്കെ വലിയ സാധ്യതയുള്ള കുട്ടികളായിരിക്കും. അവരുടെ സാധ്യതകളെ കളഞ്ഞ് ചെറിയ കാര്യങ്ങളുടെ പുറം എന്താ ആത്മവിശ്വാസമില്ല. അതുകൊണ്ട് വലിയ കാര്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്യാനും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാനും അവർക്ക് ധൈര്യമില്ല. അതുപോലെ തന്നെ തിരിച്ച് വലിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ വരുന്ന പല കുട്ടികളും അതിനുള്ള കാലിബർ ഇല്ല. ഈ ഒരു മിസ്മാച്ച് നമ്മുടെ ജീവിതത്തിന് വലിയ നിരാശ ഉണ്ടാക്കും. നമ്മൾ യുവജനങ്ങളുടെ ഇടയിൽ നോക്കുമ്പോൾ അവർ എന്തുകൊണ്ടാണ് നിരാശരായിട്ടിരിക്കുന്നത്? കുറേ റീലും കണ്ടിങ്ങനെ രാവിലെ മുതൽ ഇരിക്കുകയാണ്. ജീവിതത്തെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നേ ഇല്ല, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അത് അവർക്ക് ചിന്തയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഒരു ലോജിക്കലി അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഗൈഡൻസ് ആരും കൊടുക്കുന്നില്ല. എല്ലാവരും വിളിച്ചിട്ട് പറയുന്നതാണ് മോട്ടിവേഷൻ കൊടുക്കണം. കുട്ടികൾക്ക് വേണ്ടത് മോട്ടിവേഷൻ അല്ല. ഒരു 15 വയസ്സ് മുതൽ കുട്ടികൾക്ക് വേണ്ടത് നല്ല ഗൈഡൻസ് ആണ്, നല്ല ഓറിയന്റേഷനാണ്. എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം. എന്നൊരു ബാങ്കിൽ പോയി, എൻ്റെ ഒരു അങ്കിളുമായിട്ടാണ് ഒരു ബാങ്കിൽ പോയത്. വിദേശത്തു നിന്ന് വന്ന അങ്കിളാണ്. ബാങ്കിൽ ചെന്ന് ആ ബാങ്കിലെ ജോലി എംപ്ലോയീസൊക്കെ സംസാരിക്കുന്ന കണ്ടാൽ പുള്ളി എന്നോട് ചോദിച്ചു, ഇവിടൊക്കെ ബാങ്കിലൊന്നും ഒരു ടെസ്റ്റ് പോലും ഇല്ലാതാണോ ജോലി കൊടുക്കുന്നതെന്നാണ്. അത്ര നിലവാരം കുറഞ്ഞ രീതിയിലാണ് ആ ബാങ്കിലെ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥരൊക്കെ ജോലി ചെയ്യുന്നത്. കാരണം ഒരു മാനേഴ്സില്ല, ഒരു കേർട്ടസിയില്ല. എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എവിടെ വരെ സംസാരിക്കണം, ഒരു പ്രോബ്ലം ഒരു കസ്റ്റമർ പറയുമ്പോൾ എങ്ങനെ ലിസൺ ചെയ്യണം. ഒരു പാസ്പോർട്ടിൽ നോക്കി ഒരു കുട്ടി ഒരു പേരെഴുതിയിട്ട് 3 സ്ഥലത്ത് പേരെഴുതി. ആദ്യം എഴുതിയിടത്ത് തന്നെ ആ മനുഷ്യൻ പറയുന്നുണ്ട്, എൻ്റെ സ്പെല്ലിങ് സൂക്ഷിച്ച് നോക്കി എഴുതണേ, അതിങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് 3 ആ സ്പെല്ലിങ് തെറ്റിച്ച് വെച്ചു. ഇപ്പോൾ എഴുത്തും വായനയും പോലും ചൊവ്വേനേരം ചെയ്യാനറിയാത്ത കുട്ടി പറയുമ്പോഴൊക്കെ എല്ലാം വലിയ കാര്യങ്ങളാണ്. എന്താണ് പഠിച്ചതെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും ഡോക്ടറേറ്റാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ പെർഫോം ചെയ്യുന്ന ക്വാളിറ്റി അനുസരിച്ചാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. എല്ലാവർക്കും വലിയ ശമ്പളം വേണം. എങ്ങനെയാണ് വലിയ ശമ്പളം ഉണ്ടാകുന്നത്? നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന ക്വാളിറ്റി അനുസരിച്ച്, നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന പെർഫോമൻസ് അനുസരിച്ച്, നമ്മൾ ലോകത്ത് കൊടുക്കുന്ന ഒരു സന്തോഷത്തിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടുന്നത്. ഇതിനു വേണ്ടി എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ കുട്ടികളെ മാത്രമായിട്ട് ഇത് കുറ്റം പറയാൻ പറ്റില്ല. പേരൻസ് ഹെൽപ്പ് ചെയ്യണം അവരെ കണ്ടെത്താൻ, ടു ഡിസ്കവർ ദെയർ സ്ട്രെങ്ത്, അനലൈസ് ദെയർ വീക്ക്നെസ്. അവർക്ക് കറക്റ്റായിട്ടൊരു കരിയർ ഗൈഡൻസ് കൊടുക്കണം. എല്ലാ കുട്ടികൾക്കും, എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും ആവശ്യമാണ് ഒരു കരിയർ ഗൈഡൻസ്. ഇനി ഞാൻ കുട്ടിക്കാലം മുതലേ എനിക്ക് ഡോക്ടർ ആകണം എന്ന് പറഞ്ഞ് പോകുന്ന കുട്ടിക്ക് പോലും ഒരു കരിയർ ഗൈഡൻസ് ആവശ്യമാണ്. കാരണം വെറും ഒരു ഡോക്ടർ ആകുക എന്ന് പറയുന്നതൊന്നും ഇന്നത്തെ കാലത്തൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമല്ല. അത് കുറേ കൂടി അതിനെ അനലൈസ് ചെയ്യണം. എന്ത് ഡോക്ടറാണ്, ആ ഡോക്ടർ ആകുന്നത് എന്തിനു വേണ്ടിയാണ്, എന്ത് കോൺട്രിബ്യൂഷനാണ് രംഗത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നത്, എവിടെയാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ കാഴ്ചപ്പാടുണ്ട്. അതിനനുസരിച്ച് സ്കില്ലുകളും ആറ്റിറ്റ്യൂഡും മാനേഴ്സും എറ്റിക്യൂട്ട്സും വാല്യൂസും ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കാതെ ചുമ്മാതെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു, കുറേ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നു, കുറേ കോച്ചിങ് ഒക്കെ നടത്തുന്നു, ഇവിടെ പറ്റിയില്ലേ അവിടോട്ട് പോകുന്നു, അവിടെ പറ്റിയില്ലേ ഇവിടോട്ട് പോകുന്നു. ഇങ്ങനെ അവസാനം കുഴഞ്ഞ് മറിഞ്ഞ് ഒന്നും ആവാത്ത കുറേ മനുഷ്യർ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒക്കെ ചില സങ്കേതങ്ങളിലൊക്കെ ഇങ്ങനെയുള്ളവർ ചേക്കേറി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അവർക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാൻ പേടിയായതുകൊണ്ട് ഇങ്ങനെയുള്ള ചിലരൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തെ നേരിടാൻ പേടിയായതുകൊണ്ട് ഇനി എന്താണ് പഠിക്കാനുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെട്ട 2 വ്യക്തികൾ, അവർ 2 പേര് MCA കഴിഞ്ഞ പെൺകുട്ടികളാണ്. കല്യാണം കഴിഞ്ഞ് ഒരു ജോലിയില്ലാതെ ഇരിക്കുകയാണ്. അതിൻ്റെ ആ ഫ്രസ്ട്രേഷൻ കുട്ടികളെ ബാധിക്കുന്നു, ആ ഫ്രസ്ട്രേഷൻ ഫാമിലിയെ ബാധിക്കുന്നു. അപ്പോൾ ഡെന്റിസ്റ്റ് കഴിഞ്ഞ കുട്ടികൾ ജോലിയില്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ ഒന്നും അവരുടെ കരിയർ ടേക്ക് ഓഫ് ആവുന്നില്ല. ബയോടെക്നോളജി പോലുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് എന്താണെന്നറിയാൻ വയ്യാതെ വട്ടം നിറഞ്ഞു നിൽക്കുന്ന കുട്ടികൾ, ഫോറൻസിക് സയൻസും സൈക്കോളജിയും ഒക്കെ പഠിച്ചിട്ട് ആ കൂടെ അന്തം വിട്ട് നിൽക്കുന്ന മനുഷ്യർ. ഇതിനെല്ലാം കാരണം എന്താണ്? ഈ കോഴ്സുകളുടെ പ്രോബ്ലം ആണോ? നമ്മളത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ശരിയായ രീതിയിൽ നമ്മളെയും വിലയിരുത്തിയില്ല, ആ കോഴ്സിനെ പറ്റിയുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ടില്ല. അറിവുള്ളവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ ചിലവേ ഉള്ളൂ. പക്ഷെ അങ്ങനെ അല്ലാതെ പോകുമ്പോൾ ചിലപ്പോൾ അത് വളരെ കോസ്റ്റ്ലി ആയിട്ട് മാറിയെന്നിരിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കളും കുട്ടികളും അതുപോലെ തന്നെ സാമൂഹിക സംഘടനകൾ എല്ലാവരും ഒരുപാട് ഞാൻ എല്ലായിടത്തും കാണുന്നതാണ്. എല്ലാവരെയും വിളിച്ച് മെറിറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ച് ഓരോ പ്ലാസ്റ്റിക്കും പലകയൊക്കെ എടുത്ത് പിള്ളേർക്ക് കൊടുക്കുന്ന പരിപാടികൾ. അതല്ല,
A+ വാങ്ങിച്ച കുട്ടികളാണെങ്കിലും അല്ലാത്ത കുട്ടികളാണെങ്കിലും സമൂഹത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന കുട്ടികളെ, അതുപോലെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യുക, അവരുടെ മാതാപിതാക്കളെ ഗൈഡ് ചെയ്യുക, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഗൈഡ് ചെയ്യുക. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സാമൂഹിക സേവനം അധ്യാപകരെയും മാതാപിതാക്കളെയും ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് കൂട്ടരും പ്രോപ്പറായി ഗൈഡഡ് ആണെങ്കിൽ കുട്ടികൾക്ക് കുറേ കൂടി മികവുണ്ടാവും. അവർ സന്തോഷമുള്ളവരും ഒരു പ്രത്യാശയുള്ളവരും ജീവിതത്തെപ്പറ്റി ഒരു സ്വപ്നം കാണാൻ കരുത്തുള്ളവരും ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നവരുമായി മാറും. ഇതിനെ എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് പരിശ്രമിക്കാം. ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ അധ്യാപകരെ കുറ്റം പറയാം, മാതാപിതാക്കളെ കുറ്റം പറയാം, കുട്ടികളെ കുറ്റം പറയാം. അതല്ല, നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ സൊസൈറ്റിയിൽ വളർന്നു വരുന്ന കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കണം. വിദേശ രാജ്യത്ത് ചെല്ലുന്ന കുട്ടികളും അവിടെ പരാജയപ്പെടുകയാണ്. ഭൂരിപക്ഷം പേരും പരാജയപ്പെടുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ ഒരു പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഇല്ലാതെ, ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ അവിടേക്ക് പോകുന്ന കുട്ടികൾ അവിടെ ചെന്നും അവർക്ക് യാതൊരു ഗൈഡൻസ് ഇല്ല, ഒരു ഓറിയൻറ്റേഷനും ഇല്ല. വിദേശ രാജ്യത്ത് ചെന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് ആരും ജീവിതത്തിൽ വിജയിക്കില്ല. വിജയിക്കണമെങ്കിൽ അവർക്കൊരു രൂപരേഖ വേണം, അവർക്കൊരു ഡയറക്ഷൻ വേണം, അവർക്കൊരു ഫോക്കസ് വേണം, അതിനുവേണ്ടി കഷ്ടപ്പെടാനുള്ളൊരു മനസ്സ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ. അത് പേഴ്സണാലിറ്റിയിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ഓരോ കുട്ടികളുടെയും മൂല്യബോധത്തിൽ നിന്നും ലക്ഷ്യബോധത്തിൽ നിന്നും ഒക്കെയാണ് അത് രൂപപ്പെട്ട് വരേണ്ടത്. അതിന് മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് ഒക്കെ വളരെ ആവശ്യമാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വളരെ ആവശ്യമാണ്. ഈ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. പിന്നെ പഠനത്തിൻ്റെ നിലവാരം നോക്കിക്കേ, പല കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ബേസിക് മാത്ത് അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോലും കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവിടെ അത് പഠിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു ബേസിക് നോളജ് പോലും പല കുട്ടികളിലും ഇല്ല. എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ അങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. ഇവിടെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് രൂപാന്തരം വരുത്താം, ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കുക. അതുകൊണ്ട് മാത്രമാണ് ചില ചിന്തകൾ മനസ്സിലേക്ക് വന്നത്, ചില എക്സ്പീരിയൻസുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത്തരം അവസ്ഥകളിൽ നിന്ന് നമുക്ക് കുട്ടികളെ മോചിപ്പിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.